വെൽക്കം ടു ചായ് ടോക്സ് ബീയിങ് ക്യൂരിയസ് വിത്ത് സ്വാതി ആൻഡ് മഞ്ജു. രണ്ടും ഞാൻ തന്നെ പറഞ്ഞല്ലേ. അപ്പം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ന് സ്വാതി ആയിരിക്കും. കാരണം സ്വാതിയുടെ വളരെ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത്. സോ ഓവർ ടു യു സ്വാതി. യെസ്, അപ്പൊ ഇതെന്ന് വെച്ചത് നമ്മുടെ സെക്കൻഡ് റെക്കോർഡിംഗ് ആണ്. നമ്മൾ ഒരു തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ടെക്നിക്കൽ ഗ്ലിച്ചസ് കാരണം ഞങ്ങൾ വീണ്ടും ഇത് റെക്കോർഡ് ചെയ്യാണ്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് റിസർച്ച് സ്കോളർ, എന്താണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടില് ഷീസ് ഡൂയിങ് റിസർച്ച് ഓൺ ഡിസബിലിറ്റി സ്റ്റഡീസ്. Her name is Devika. I call her Devutten. എന്താ പറയാ, ഫസ്റ്റ് ഇൻട്രൊഡ്യൂഷൻ ഞാൻ കുറച്ചും കൂടി ഫ്ലോയില് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവുട്ടനെ കുറിച്ച്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഷീസ് എ വെരി ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ് ആണ്. നിങ്ങൾ കാണുന്ന പോലെ ഷീസ് റിയലി ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ ഉള്ളിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആണ്. സോ യെസ്, അപ്പോ ഷീസ് ആർ സ്പെഷ്യൽ ഗസ്റ്റ്. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഈ ഒരു എപ്പിസോഡില് അല്ലെങ്കിൽ ഞങ്ങൾ കോമൺ ആയിട്ട്, ഞാനായാലും ദേവുട്ടനായാലും മഞ്ജു മിസ് ആയാലും, ഞങ്ങൾ എല്ലാവരും പരസ്പരം കണക്റ്റഡ് ആവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷൻസും അതെങ്ങനെ നമ്മൾ റെസിപ്രിക്കേറ്റ് ചെയ്യുന്നു, അതെങ്ങനെ നമ്മൾ റെസനേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അതന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നതും. ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഇന്നത്തെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും ആ കാര്യത്തിലാണ്. സോ ദേവുട്ടനോട് ഞാൻ ചോദിക്കാണ്, ബിഫോർ വി ഗെറ്റ് ഇൻ ടു ലൈക് മഞ്ജു മിസ്സിന്റെ എന്റെയും ഒപ്പീനിയൻ അറിയുന്നതിന് മുന്നേ തന്നെ ദേവുട്ടനോട് ഞാൻ ചോദിക്കാണ്, എന്താണ് ദേവുട്ടന്റെ ഡെഫിനിഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ ഹൗ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ഇസ് ഇമ്പോർട്ടന്റ് ഫോർ യു. അല്ലേ മഞ്ജു മിസ്? വിൽ ഡയറക്ട്ലി ഗെറ്റ് ഇൻ ടു ക്വസ്റ്റ്യൻസ്. അതെ അതെ. Okay, so first of all, thank you so much Swati and Manju for inviting me to Chai Talks. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഗതിയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ. എനിക്ക് സെപ്പറേറ്റ് ഇല്ല, മെയിൽ ഫ്രണ്ട്ഷിപ്പ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ആക്ച്വലി മെയിൽസ് ഫ്രണ്ട്സ് ആയിട്ട് ഉണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ലൈഫിൽ ഡോമിനൻ്റ് ആയിട്ട് വന്നേക്കുന്നത് ഇതുവരെ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് ആണ്. നമ്മൾ കൊച്ചിലെ തൊട്ടാണെങ്കിലും നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ടാണെങ്കിലും എൻ്റെ ഒരു മെമ്മറീസ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് പെൺകുട്ടികളുടെ കൂടെ ഇങ്ങനെ നമ്മൾ നടക്കുക, കൈ പിടിച്ച് നടക്കുക, അവരുടെ കൂടെ ചിരിച്ച് തമാശകൾ പറയുക, അതുപോലെ തന്നെ അവരുടെ കൂടെ കൈൻഡ് ഓഫ് എന്താണ് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുക, കളിക്കുക, നമ്മളായിട്ടിരിക്കുന്ന ഒരു സ്പേസ് ആണ് എനിക്ക് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്റ്റേജിൽ, അതായത് ഇപ്പൊ PhD ചെയ്യുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമോഷണലി ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു സ്റ്റേജാണ് ഈ സ്റ്റേജ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജിൽ എനിക്ക് എൻ്റെ ഇമോഷണൽ ടേർമോയിൽസും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരുപാടുള്ള കൈൻഡ് ഓഫ് റിസർച്ചിലെ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയത് നമ്മുടെ ഫീമെയിൽ ഫ്രണ്ട്സിനോടാണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ പറയുന്ന കാര്യം അതേ ഇന്റൻസിറ്റിയോട് കൂടി അവർ കേൾക്കുന്നു ആൻഡ് അവർ നമ്മളെ മനസ്സിലാക്കുന്നു. ആൻഡ് ആ ഒരു ഫീലിംഗ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ പറയുന്ന കാര്യത്തിന് ഒരു വാലിഡേഷൻ കിട്ടുക, ടു ബി ഹേർഡ്, ടു ബി അണ്ടർസ്റ്റുഡ്. അതെനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിലാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത്. അതായത് ഏത് കാര്യം ആയിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, സന്തോഷം ആയിക്കോട്ടെ, നമ്മൾ അവരോട് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം, അതായത് മെയിൽ ഫ്രണ്ട്സിനോട് പറയുന്നതിനെക്കാട്ടിലും. കാരണം ഇവരുടെ എനിക്ക് തോന്നിയേക്കുന്നത് ഫീമെയിൽ ഫ്രണ്ട്സിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ, അവർ ഭയങ്കര, നമ്മൾ ഒരു കാര്യം അവരോട് പറയുമ്പോഴത്തേക്കും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അവരോട് പറയാം. ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണാണ്. ഒരു കാര്യം പറയുമ്പോൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറയും, മുക്കും മൂലയൊക്കെ ചേർത്തിട്ട് കുത്തും കോമയൊക്കെ ഇട്ട് ഫുള്ളായിട്ട് പറയും. ആൻഡ് അത് പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്നില്ല. ചിലവർക്ക് അത് ആക്ച്വലി കൈൻഡ് ഓഫ് എന്താ കാര്യം, പെട്ടെന്ന് കാര്യം പറഞ്ഞിട്ട് പോകണം. മെയിൽസിന് എനിക്ക് തോന്നിയിട്ടാണല്ലോ അങ്ങനെയാണ്, ജസ്റ്റ് അവർക്ക് ആ കാര്യം പറഞ്ഞാൽ മതി. പക്ഷെ എനിക്ക് അതിനകത്ത് ഇമോഷൻസ് ഇടണം, കൈൻഡ് ഓഫ് അതൊരു കൈൻഡ് ഓഫ് എന്താ പറയാ, അത് എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്കതെനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഫീമെയിൽ ഫ്രണ്ട്സിന്റെ കൂടെയാണ്. നമുക്ക് നമ്മളായിട്ടിരിക്കാൻ പറ്റിയൊരു സ്പേസ് ആണ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് കിട്ടുന്നത്. അതായത് നമുക്ക് തമാശകൾ പറയാം, ചളി പറയാം, പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് ബിച്ച് ചെയ്യാം, ഗോസിപ്പ് പറയാം. ആൻഡ് ഓൾസോ ഇതൊക്കെ പറയുമ്പോഴും ലൈക്ക് അവർക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് വളരെയധികം നോൺ ജഡ്ജ്മെന്റൽ എനിക്ക് തോന്നിയത്. നമ്മൾ ഭയങ്കര നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിന്റെ സ്പേസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് മൈ ഡെഫിനിഷൻ ഓഫ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ്.
ഓക്കെ, ബ്യൂട്ടിഫുൾ. ആൻഡ് വാട്ട് അബൌട്ട് യു മഞ്ജു വളരെ മിസ്സേ? മഞ്ജു രസമായിട്ട് മിസ്സിന് ദേവിക എന്താണ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത്? വളരെ രസമായിട്ട് ദേവിക അത് പറഞ്ഞല്ലേ സ്വാതി. ലൈക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ സമ്മറൈസ് ചെയ്ത് ദേവികയുടെ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്റെ ഒരു ദേവട്ടൻ പറഞ്ഞ പോലെ തന്നെ, ദേവിക പറഞ്ഞ പോലെ തന്നെ, ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ലൈക്ക് ഫീമെയിൽ ആയിട്ട് തന്നെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് കുറച്ചും കൂടി ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഇഫ് യു ഗൈസ് ആർ ലിസണിങ്, ഐഡ, ധനുഷ, അമൃത എന്ന് പറയുന്ന 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ലൈക്ക് അവരിലൂടെയാണ് ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഭയങ്കരമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അല്ലെങ്കിൽ കൂടുതൽ അറിയുന്നതും ഒക്കെ അവരിലൂടെയാണ്. ഇന്നിപ്പോ ഈ നമ്മൾ +2 +1 വരുമ്പോഴാണെങ്കിൽ ഞാൻ ഹോസ്റ്റലിലാണ് നിന്നിരിക്കുന്നത്. ഒബ്വിയസ്ലി ഹോസ്റ്റൽ എന്ന് പറയുന്നതും നമ്മൾ കൂടുതൽ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. പിന്നെ ഡിഗ്രി സമയത്ത്, അതായത് എന്റെ വിമലയിൽ പഠിക്കുമ്പോഴാണ് ഐ തിങ്ക് എന്റെ ഇപ്പോഴും അവരാണ് എന്റെ പില്ലേഴ്സ്. ഐ ഹാവ് എന്താ പറയാ 3 പില്ലേഴ്സ് ഇൻ മൈ ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ, ലൈക്ക് കറക്റ്റ് ഓർഡറിൽ പറയുകയാണെങ്കിൽ, ആൽഫബറ്റിക് ഓർഡറിൽ പറയുകയാണെങ്കിൽ അപർണ, ദീപിക, ഷാരി. ഈ 3 പേരാണ് എന്റെ പില്ലേഴ്സ് ആയിട്ട് നിൽക്കുന്ന 3 ആൾക്കാരും. ആൻഡ് സ്റ്റിൽ ദി ആർ പില്ലേഴ്സ്. അതിലൊരു മാറ്റമില്ല. കാരണം എന്റെ ഏറ്റവും അപ്സ് ഡൗൺസ്, ഈ പറഞ്ഞ പോലെ ഞാൻ എത്ര ക്രേസിയാണ്, ഞാൻ എത്ര ഈഗോ ഉള്ള ഒരു പേഴ്സൺ ആണ്, എന്റെ ഏറ്റവും ഫോൾട്ടുകളും എന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കുന്ന 3 വ്യക്തികളാണ് അവരെന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയാ, ഐ കൻ ജസ്റ്റ് ബി മൈസെൽഫ്. ദേവട്ടൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഞാനായി മാത്രം നിലനിൽക്കാം. ലൈക്ക് അവർക്ക് അറിയാം എന്നെ കുറിച്ച്. എനിക്ക് കഴിഞ്ഞ നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോ ദേവട്ടൻ പറഞ്ഞൊരു കാര്യം ഇരുന്നത്, ഞാൻ എന്നെ കുറിച്ച് എപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, പതുക്കെ സംസാരിക്കും, ഇതിനകത്ത് ഉറക്ക ചിരിക്കണേ ഒന്നൊന്നും ഇതാക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റുകൾ എനിക്ക് വരുന്ന ഒരാളാണ്, ടു ബി ഓണസ്റ്റ്. പക്ഷെ ഭാഗ്യത്തിന് എന്റെ പ്രൊഫഷൻ ഈ ഉറക്ക സംസാരിക്കുന്നതിന് സപ്പോർട്ട് ചെയ്തൊരു ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് അവിടെ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ എപ്പോഴും ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഞാൻ. ലൈക്ക് വലിയ വലിയ സ്പേസുകളിലൊക്കെ നമ്മൾ പോകുമ്പോ ഒന്ന് പയ്യെ സംസാരിക്കും, ഒറ്റയ്ക്ക് അങ്ങനെ പക്ഷെ അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്റെ ശബ്ദം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ പറയാ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും. അതും എന്നെ കുറിച്ച് വരുന്ന ഒരു കംപ്ലൈന്റ് ആണ്. എന്തിനാ ഇത്ര എക്സൈറ്റ്മെന്റ് വരുന്നത്? ഇത്ര എക്സൈറ്റഡ് ആയിട്ട് എന്തിനാ പറയേണ്ട കാര്യം? മനസ്സിലായല്ലേ? ഇങ്ങനെ എന്റെ ദൈവമേ എനിക്ക് കേൾക്കാത്ത കാര്യങ്ങളില്ല, ഇത്ര ഹാപ്പി ആയിട്ട് എന്തിനാ ഇരിക്കുന്നത് എപ്പോഴും, എല്ലാത്തിനും ഇത്ര എക്സൈറ്റഡ് ആവണോ എന്നൊക്കെ പറയുന്ന ദേവട്ടന് ഭയങ്കര റിലേറ്റബിൾ ആണ്. ഞാൻ കുറച്ചും കൂടി ലാസ്റ്റിലേക്ക് വരുമ്പോ കാര്യങ്ങൾ പറയാം. അപ്പോ എന്താണ് ഈ പറഞ്ഞ പോലെ എന്റെ ഈ 3 പേർക്കും കൃത്യമായിട്ട് അതിൽ തന്നെ അപ്പുനോടും ദീപിയോടും ഞാൻ പിന്നെയും കുറച്ച് ഡീസന്റ് ആയിരുന്നു. ഷാരി എന്ന് പറയുന്ന എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ ആസ് എ റൂംമേറ്റും ക്ലാസ്മേറ്റും ഒക്കെ ആയതുകൊണ്ട് അവളെന്റെ ഈ പറയില്ലേ നമ്മുടെ ഈ പാർട്ട്നേഴ്സ് നമ്മുടെ ഏറ്റവും വേഴ്സ്റ്റ് സൈഡ് കാണാ എന്ന് പറയുന്ന പോലെ ഞാൻ അവളെ എന്റെ ഒരു പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. അവൾ എന്റെ ഈഗോസ് കണ്ടിട്ടുണ്ട്, ഞാൻ അവളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, ഞാൻ അത്രയും റൂഡായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഷീസ് ദെയർ ആസ് മൈ ഗുഡ് ഫ്രണ്ട്. ഇപ്പോഴും ലൈഫിൽ ഒരു മോശമായൊരു കാര്യം, അവളിപ്പോ ഒരു അമ്മയാണ്. ലൈക്ക് അമ്മ ഇപ്പൊ ഷീസ് മദർ. അപ്പൊ കുട്ടീനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ടൈമിലാണ് അവള് നിൽക്കണം. എന്നാൽ പോലും എന്റെ ലൈഫിൽ ഒരു കാര്യം നടക്കുമ്പോ, മോശമായൊരു കാര്യം നടക്കുമ്പോ, നല്ല കാര്യം ഡെഫിനറ്റ്ലി ഞാൻ അവൾ അപ്പൊ തന്നെ വിളിച്ചു പറയാൻ അല്ലെങ്കിൽ ചെയ്യും. പക്ഷെ ചിലപ്പോ ഒരു പെയിൻഫുൾ ജേർണിയിലൂടെ ഞാൻ പോകുമ്പോ ഞാൻ ഡെഫിനറ്റ്ലി ഇപ്പൊ അവളോട് അത് പറയണം എന്നില്ല, എക്സ്പ്രസ് ചെയ്യണം എന്നില്ല. കാരണം അവളുടെ പ്രയോറിറ്റി ഇപ്പൊ വേറെയാണ്. എന്നാൽ പോലും അവൾ അറിഞ്ഞു പിടിച്ച് അവൾ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യം എന്താടി, എനിക്കറിയാം നിന്റെ ചുറ്റും കുറെ ആൾക്കാരുണ്ടെന്ന്, പക്ഷെ ഐ വിൽ ഫീൽ ബാഡ്, എനിക്ക് നിന്റെ ആ പ്രോസസ്സില് എനിക്കൊരു ഭാഗമാവാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ് അവളെന്ന് പറയുന്നത്. പിന്നെ ദീപി ആണെങ്കിൽ പോലും 3 മണിക്ക് എനിക്ക് ലൈക്ക് ഐ ഫീൽ ഐ ഡോണ്ട് വോണ്ട് ടു സ്റ്റേ ഇൻ ദിസ് വേൾഡ്, ലിറ്ററലി എനിക്ക് ഈ ലോകത്തിന് ജീവിക്കണ്ട എന്ന് തോന്നി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അവളെ വിളിച്ചു കഴിഞ്ഞാൽ കരഞ്ഞു വിളിക്കുന്നത് ഞാൻ ചിരിച്ചിട്ടായിരിക്കും ഫോൺ കട്ട് ചെയ്യാം. അതാണ് ദീപി എന്ന് പറയുന്നത്. എന്റെ ഒരു ലൈഫ് ലൈൻ പോലെയാണ് അവൾ എന്ന് പറയുന്നത്. പിന്നെ അപ്പു എന്ന് പറയുന്നത് എഗെയിൻ എന്റെ ഒരു ബഡ്ഡി, എന്റെ ഒരു ബ്രോ. ഞങ്ങൾ പരസ്പരം വിളിക്കുക ബ്രോ എന്നാണ്. അവൾ എപ്പോഴും ഷീ മേക്സ് മീ ബിലീവ് ദാറ്റ് ഒരാളുടെ മുന്നിലും തല കുനിക്കേണ്ട ആളല്ല നീ. അതാണ് അപ്പുവിന്റെ റോള്.
ഷി ഓൾവേസ് റിമൈൻഡ്സ് മീ ഓഫ് ദാറ്റ്. അപ്പൊ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 പില്ലേഴ്സ് ആണ് ഇവര് 3 പേരെന്ന് പറയുന്നത്. പിന്നെ ഒബ്വിയസ്ലി അശ്വി ചേച്ചി എന്ന് പറയുന്നത് എന്റെ ലൈഫിൽ തന്നെ, പക്ഷെ അശ്വി ചേച്ചിയുടെ ഒരു വ്യത്യാസമുണ്ട്. എനിക്ക് അശ്വി ചേച്ചിയുടെ ഒരു പെൺകുട്ടിയായിട്ട് തോന്നിയിട്ടില്ല. ലൈക്ക് ബോഡി കൊണ്ട് ചേച്ചി ഒരു ഗേൾ ആണെങ്കിലും മനസ്സുകൊണ്ട് ചേച്ചി അങ്ങനെ ഒരു ഫീമെയിൽ. അപ്പൊ ഈവൻ ചേച്ചിയാണ് എന്റെ എല്ലാത്തിനും. നിങ്ങളുടെ എല്ലാവർക്കും അശ്വി ചേച്ചി എന്ന് പറയുന്ന ഒരു വാക്ക് എവിടെയെങ്കിലും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അശ്വി ചേച്ചിയോട് ഞാൻ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. ഒരാള് പോലും എന്റെ ഫ്രണ്ട്സ് ആർക്കും അറിയാത്ത ഉണ്ടാവില്ല. പക്ഷെ അശ്വി ചേച്ചി എനിക്ക് ഫീമെയിൽ എന്ന് പറയുന്ന ഒരു തലത്തിൽ ചേച്ചി എനിക്ക് പെടുത്തറിയില്ല. പക്ഷെ ആള് ഉണ്ട്, ആളും ഒരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ടെൻഡർനെസ് ഉണ്ടല്ലോ അല്ലെ. ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു സാധനം ടെൻഡർനെസ് ആണ്. ആ ടെൻഡർനെസ് എനിക്ക് എപ്പോഴും അശ്വി ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഷീസ് മൈ ഡയറി, ആളെന്റെ ഡയറിയാണ്. അപ്പൊ ഞാൻ ആള് ഡെഫിനറ്റ്ലി ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ഇതിലേക്ക് കൂട്ടുന്നില്ല. പിന്നെ ബേസിക്കലി PG കഴിഞ്ഞു, PGക്ക് ഉണ്ടായിരുന്നു ശ്രീഷാനും, അങ്ങനെ കുറെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് എത്തുമ്പോ, PhDക്ക് എത്തുമ്പോ എനിക്ക് തോന്നുന്നു ദേവുട്ടൻ എന്നെ കരയാത്തൊരു ദിവസം പോലും കണ്ടിട്ടുണ്ടാവില്ല. എന്താ നീ കരയുന്നേ ചോദിച്ച് എന്റെ അടുത്ത് വന്ന് എന്റെ കൈ പിടിച്ച് എന്താ പറയാ, ഷീ ലിസൺസ്. ദേവുട്ടൻ, നീമ, മറിയ, ഇങ്ങനെ കുറെ പേരുണ്ട്, ലിസ്റ്റ് കുറെ പോവും. ഓക്കെ, അങ്ങനെ കുറെ പേരുണ്ട്. എന്റെ കരച്ചിലും എന്റെ വിഷമങ്ങളും എന്റെ ചെറിയ ഇമോഷൻസിലാണെങ്കിൽ പോലും അത് വാല്യുബിൾ ആണ് അവിടെ. അത് വാലിഡേറ്റ്, ദേവുട്ടൻ ഫസ്റ്റ് പറഞ്ഞൊരു വാക്കാണ് വാലിഡേറ്റ് ചെയ്യാന്നുള്ളത്. വാലിഡേറ്റ് ചെയ്ത് ലൈക്ക് ആ സമയത്ത് നമ്മൾക്ക്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എസ്സേ എഴുതാണ്ട്, നമ്മളൊരു എസ്സേ എഴുതാണ്ട് വെറുതെ 1-2 സെന്റൻസിൽ നമുക്കൊരു കാര്യം പറയുമ്പോ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് വേറെ എനിക്കറിയില്ല വേറെ എന്തുകൊണ്ട് അല്ലേ. നമുക്ക് ലൈക്ക് എന്തിനാ ഇങ്ങനെ ചെയ്യണ്ട, അങ്ങനെയല്ല. എനിക്ക് ഇന്ന ആള് പറഞ്ഞു, ഞാനും ദേവുട്ടനും കണക്ട് ആയത് അങ്ങനെയാണ്. ലൈക്ക് ഞങ്ങളുടെ ഇമോഷൻസ്, ഞങ്ങൾ രണ്ടുപേരും ക്രൂശിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ഒച്ച. ഞങ്ങൾ രണ്ടുപേരുടെ ഒച്ച ഏകദേശം സെയിം ആണ്. വി ബോത്ത് സ്പീക്സ് റിയലി ലൗഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഞങ്ങൾ ഒരു ക്രൗഡിൽ നിൽക്കുമ്പോൾ there are many people who say, ഓ നിങ്ങൾ എന്തിനാ ഇങ്ങനെ അത്രയ്ക്ക് ശബ്ദത്തിൽ പറയണേ. ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് പറയാറുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഈ സെയിം സാധനമാണ്. ഞങ്ങൾക്ക് ഒരു മിഠായി കൊണ്ടുവന്നു എന്ന് വെക്കി, 5 മിനിറ്റ് ഞങ്ങൾക്ക് ഒരു മിഠായി കൊണ്ടുവന്ന് ഞങ്ങൾ ഒരുമിച്ച് കുട്ടികളെ പോലെ ഞങ്ങൾ ഹാപ്പി ആവും. ഹായ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഹാപ്പി ആവും. ലൈക്ക് ഞങ്ങൾ രണ്ടുപേരും അതുകൊണ്ട് തന്നെ എല്ലാവരും പറയും, ഇത്ര എക്സൈറ്റഡ് ആവാനുണ്ടോ, ഇത്ര എക്സൈറ്റഡ് ഒന്നും ആവണ്ടേ, നിങ്ങൾ എന്തിനാ ഇത്ര എക്സൈറ്റഡ് ആവുന്നതെന്ന് ലിറ്ററലി ഞങ്ങൾ രണ്ടുപേരോടും ചോദിക്കാറുണ്ട്. അപ്പൊ രണ്ടുപേരുടെയും ഏകദേശം ഒരേ ഇമോഷൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഹേർട്ട് ആവുന്നത് ഏകദേശം ഒരേ വിഷയങ്ങളിലായിരിക്കും. അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്താ വെച്ചാല് ഞങ്ങള് മാക്സിമം മറ്റുള്ളവരോടും ഞങ്ങൾ നന്നായി, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ ബിഹേവ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. സോ എന്താ പറയാ, എന്റെ PhD ജേർണിയില് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്ന ഒരാള് തന്നെയാണ് ദേവുട്ടൻ എന്ന് പറയുന്നത്. അത്രയും എന്റെ ദേവുട്ടൻ ടീം അങ്ങനെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഇമോഷൻസിനെ പോലും മനസ്സിലാക്കി കൂടിയിരുന്ന് there are many time ഞങ്ങൾ ഡിന്നർ കഴിക്കുമ്പോഴും ലഞ്ച് കഴിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും ഒക്കെ ഈ സെയിം കാര്യമാണ് ദേവുട്ടൻ പറഞ്ഞ പോലെ ഡീറ്റെയിലിംഗ് ആണ് അവിടെ നടക്കുന്നത്. ആ സമയത്ത് എനിക്ക് ഫിക്ഷൻ വേണ്ട, ഷോർട്ട് സ്റ്റോറി മതി എന്നൊരിക്കലും ദേവുട്ടൻ പറയാറില്ല. ലൈക് ഷി വിൽ ലിസൺ എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ എനിക്ക് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എനിക്ക് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ആൻഡ്രൂപ തരുന്നൊരു സപ്പോർട്ടും ആ ഒരു സംഭവം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സോ ഫോർ മീ ഈ പറഞ്ഞ പോലെ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഇൻ മൈ ലൈഫ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് എന്റെ ലൈഫിൽ നല്ല കുറെ ആൺസുഹൃത്തുക്കളുണ്ട്, എനിക്ക് എന്റെ ബ്രദേഴ്സ് ഉണ്ട്, ആൺസുഹൃത്തുക്കളുണ്ട്. പക്ഷെ ആൺസുഹൃത്തുക്കൾ ഗ്രേറ്റ് ആണ്, അവര് നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതൊക്കെ ആണെങ്കിലും അവസാനം കരയാനും അല്ലെങ്കിൽ അവസാനം ഇത് ചെയ്യാനും ഞാൻ പോവാ എന്റെ ഗേൾസ് തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഫീമെയിൽ. ഞാൻ കുറച്ച് ക്യാരിഡ് അവേ, ഐ എം സോറി. പക്ഷെ ഇതാണ് എനിക്ക് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ദേവുട്ട, എനിക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്താണ് നമ്മുടെ സമയം ഫോർ യു ഇപ്പൊ ഈ ഒരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പില് ഡു യു ഫീൽ ദാറ്റ് എന്തെങ്കിലും ബാരിയേഴ്സ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് ബാരിയേഴ്സ് ആയിട്ട് വരുന്നതെന്നുള്ളത്? ബാരിയേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്
ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പിൽ ബാരിയേഴ്സ് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യുന്നത് അത് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. കാരണം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് കൈൻഡ് ഓഫ് എന്താ പറയാ കൈൻഡ് ഓഫ് ഒബ്സ്റ്റക്കിൾസ് ഓരോ സ്റ്റേജിലായിട്ട് വരും. അത് ഏറ്റവും കൂടുതൽ വരുന്നത് എനിക്ക് തോന്നുന്നത് ഒരു മാരേജ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോഴാണ്. നമ്മൾ ആ മാരേജ് സ്റ്റെപ്പിലേക്ക് കടന്നതിന് ശേഷം അൺലെസ് ആൻഡ് അൺടിൽ യു ആർ പ്രിവിലേജ്ഡ് ഒരു കെയർ ഫ്രീ ഫാമിലി അല്ലാത്തടത്തോളം നമുക്ക് നമുക്ക് നമ്മുടെ ഗേൾസ് ഡേ ഔട്ടോ അല്ലെങ്കിൽ ഒരു ഗേൾസ് നൈറ്റ് ഔട്ടോ അങ്ങനെയൊക്കെ പോകണമെങ്കിൽ നമ്മൾ 100 പേരുടെ പെർമിഷൻ നമുക്ക് വേണ്ടി വരും. അപ്പൊ പലപ്പോഴും നമുക്കതൊരു ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്കത് ചോദിക്കാനും നമുക്ക് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനോ. അപ്പൊ നമ്മൾ പറയില്ല, ഒരു സ്ത്രീ എപ്പോഴും ഷീ ഓൾവേസ് ക്യാരീസ് ഹെർ ഹൗസ് ഓൺ ഹെർ ഹെഡ്. ആ ഒരു സംഗതി ഉണ്ട് ആ ഒരു മാരേജ് എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിൽ കടന്നു കഴിഞ്ഞാൽ. അതായത് ഒരു വുമൺഹുഡിന്റെ നമുക്കറിയാലോ ഏകദേശം ഒരു 25 ആയിട്ടുള്ള എല്ലാവരും ഓൾമോസ്റ്റ് മാരീഡ് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോ. അപ്പൊ അങ്ങനെയുള്ളപ്പോ എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും, വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ ഇപ്പൊ മാരീഡ് ഉള്ളവര്. അപ്പൊ ഈ മാരീഡ് ആയ ആളുകളോട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ട്. കാരണം നമ്മൾ വല്ലപ്പോഴും ആയിരിക്കും നാട്ടിൽ പോണേ. അപ്പൊ നാട്ടിൽ പോണ സമയത്ത് നമ്മൾ ചിലപ്പോൾ അവരെ കാണാൻ പോകുമ്പോഴത്തേക്കും മേ ബി അവരവിടെ അവൈലബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ കുട്ടിക്ക് വയ്യായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകണം, ഹസ്ബൻഡിന്റെ അവിടെ ഒരു വീട്ടിൽ വല്ല പരിപാടി. അപ്പൊ അങ്ങനെ ഒരുപാട് കൈൻഡ് ഓഫ്. അപ്പൊ എനിക്ക് തോന്നിയിരിക്കുന്നത് മാരേജ് ഒരു ബാരിയർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ വേറെ ചില സിറ്റുവേഷനിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, അത് ഞാൻ ഒരുപാട് അങ്ങനെ അനുഭവിച്ചിട്ടില്ല, പക്ഷെ എന്നാൽ പോലും റിലേഷൻഷിപ്പ് ഓവർ ഫ്രണ്ട്ഷിപ്സ് എന്നുള്ളൊരു സംഗതി ഉണ്ട്. അതായത് വൺസ് നമ്മളുടെ ഒരു ഫീമെയിൽ ഫ്രണ്ട് ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യണത് റിലേഷൻഷിപ്പിനായിരിക്കും, ഫ്രണ്ട്ഷിപ്പിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് വരിക. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പാട്രിയാർക്കൽ സെറ്റപ്പില് മാരേജ് എന്ന് പറഞ്ഞൊരു സംഗതി അല്ലെങ്കിൽ മദർഹുഡ് ഒക്കെ വരുമ്പോഴത്തേക്കും ആയിരിക്കും പലപ്പോഴും പല ഫ്രണ്ട്ഷിപ്സും ഇങ്ങനെ ബ്രേക്കായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാമേ. ഇപ്പൊ ഞാൻ എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, തെരേസ, ഫാത്തിമ എന്ന് പറഞ്ഞ കോളേജ് ഇപ്പൊ എന്റെ കൂടെ പഠിച്ച കുട്ടികളാണ്. അപ്പൊ ഫാത്തിമ ഷീസ് മാരീഡ് ആൻഡ് തെരേസ ഷീസ് അൺമാരീഡ്. അപ്പൊ നമ്മളിങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിൽ ഇന്ന് പോകുന്നുണ്ട്, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും അവള് പറഞ്ഞു, എടി ഞാൻ പറഞ്ഞു നിനക്ക് വല്ല ഐഡിയ ഉണ്ട്, ഞാൻ എന്താ സംസാരിക്കേണ്ടതെന്നൊക്കെ ഞാൻ അവളോട് ഇങ്ങനെ ചോദിക്കായിരുന്നു ഫാത്തിമേനോട്. അപ്പൊ അവള് പറയാ, എടി ഞാൻ നിനക്ക് പറഞ്ഞു തരായ ഐഡിയാസ്, പക്ഷെ ഒത്തിരി പണിയുണ്ട്, ഉച്ച കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. ദാറ്റ് സമ്മറൈസസ് ദ മാരേജ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ലൈക്ക് അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. അതായത് എങ്ങനെയാണ് ഒരു മാരേജ് സിസ്റ്റത്തിനകത്ത്, അതായത് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ആ ഒരു സിസ്റ്റത്തിന്റെ അകത്ത് ഉണ്ടാകും മാരേജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അവർക്ക് നമ്മൾ അതായത് അൺമാരീഡ് ആയിട്ടുള്ള ആളുകളുടെ അത്രയും ഒരു എന്താ പറയാ ഫ്രീ ആയിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റിയെന്നല്ല. ഒത്തിരി ആളുകളുടെ പെർമിഷൻസ് വേണം, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നോക്കണം കൈൻഡ് ഓഫ്. അങ്ങനെ അൺലെസ് ആൻഡ് അൺടിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പ്രിവിലേജോ അല്ലെങ്കിൽ ഒരു കെയർഫുൾ ഫാമിലി അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി സംഗതികൾ നോക്കി നമ്മൾ അങ്ങനെ പതിയെ നമുക്ക് അങ്ങനെ കണക്റ്റഡ് ആവാണ്ട് പല ഫ്രണ്ട്ഷിപ്സ് അങ്ങനെ ഇല്ലാതായി പോകും ഒരു ആ മാരേജിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട്. സെയിം സാധനം എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ മിക്ക ഫ്രണ്ട്സിന്റെയും കേസിൽ ഞാൻ വളരെ ചുരുക്കം കുറച്ച് പേരുള്ളൂ മാരീഡ്, അല്ലെങ്കിൽ മാരേജ് മാത്രമല്ല റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്താത്തവര്, അതായത് വളരെ കുറവാണ്. അല്ലാത്ത മിക്കവരും എന്ന് പറയുന്നത് മാരേജ് എന്ന് പറയുന്ന ഒരു രലത്തിൽ നിൽക്കുന്നവരാണ്. മാരേജ്, മദർഹുഡ്, ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം ആ രലത്തിൽ നിൽക്കുന്ന സമയത്ത് ലൈക്ക് ബേസിക്കലി അവരുടെ പ്രയോറിറ്റീസ് ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഒന്നാമത്തെ കാര്യം അവരെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കണത്. അവർക്ക് അവരെ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള സമയമില്ല. അവർക്കൊരു സെൽഫ് ടൈം കൊടുക്കാനോ ഈ പറയുന്ന പോലെ മീ ടൈം അല്ലെ മീ ടൈം കൊടുക്കാനുള്ള ഒരു സമയമൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് കുറച്ചും കൂടിയും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് എങ്ങനെ അവർക്ക് അവരുടെ ഒരു ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം, ഇങ്ങനെ ഒരു ലൈഫിൽ അവർക്ക് എങ്ങനെ അവരുടെ കുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള ഒരു കാരണം ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ രണ്ടുപേരും നിൽക്കുമ്പോ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇറ്റ്സ് നെവർ ഗോയിങ് ടു ബി എ കേക്ക് വാക്ക്, റൈറ്റ്? ഒരു കേക്ക് വാക്ക് അല്ല അവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ലൈക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് ഈവൻ ഈ പറയുന്ന ഒരു ഇടയ്ക്ക് ഒരു ഗേൾസ് ഡേ ഔട്ടോ ഗേൾസ് നൈറ്റ് ഔട്ടൊക്കെ വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, കുട്ടികളെ എവിടെ ആക്കും, അങ്ങനത്തെ ഒരു കൾച്ചർ ഒന്നാമത് നമ്മുടെ ഇന്ത്യയിലും ഇല്ല. ഇപ്പൊ ഞാൻ ഫോറിൻ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടടാ,
അതായത് ഈ പറഞ്ഞ പോലെ ബേബി സിറ്റേഴ്സ് വരുന്നു അല്ലെ, എന്റെ കുട്ടീനെ ഒന്ന് മാനേജ് ചെയ്യാൻ നമ്മൾ നല്ല ബേബി സിറ്റേഴ്സിനെ കേട്ടോ ഹയർ ചെയ്യുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു കൾച്ചർ ഇല്ല അത്. ഇതുപോലെ നമ്മളുടെ കുട്ടികളെ ഒരിക്കലും അങ്ങനത്തെ ഒരു എന്താണ് പ്രൊഫഷണൽ ആയിട്ട് കുട്ടികളെ ബേബി സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ ഉണ്ട്. ലൈക്ക് ഞാൻ പറയുന്ന ഡേ കെയർ പോലെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ ഒരു നൈറ്റ് വന്ന് ആ കുട്ടീനെ മാനേജ് ചെയ്ത് കൃത്യമായിട്ട്, മനസ്സിലായോ? അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പൊട്ട അമ്മയായി മാറും. അത് തന്നെ, ആ ഒരു ഗിൽട്ട് മൊത്തം അവരുടെ മേലായിരിക്കും. പക്ഷെ ഇന്നത്തെ കോമഡി എന്താന്ന് പറയണ എന്താന്ന് വെച്ചാല് ഈ സെയിം ഒരിക്കലും അവരുടെ പാർട്ട്ണർ ഇത് ഒട്ടും അഫക്റ്റഡ് ആവില്ല. അതായത് അവർക്ക് ഉണ്ടാവും മെൻസ് നൈറ്റ് ഔട്ടോ മെൻസ് ഡേ ഔട്ടോ അവർ ട്രിപ്പുകളിൽ പോകുക. അതൊരു അതെ. അപ്പൊ അത് ആക്ച്വലി അതൊരു ഭയങ്കര ജെൻഡേർഡ് ആയിട്ടുള്ള ഒരു സംഗതിയാന്ന് തോന്നുന്നുണ്ട്. ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ അണ്ടർ റേറ്റഡ് ആവാനും അതുപോലെ തന്നെ മെയിൽ ഫ്രണ്ട്ഷിപ്സ് ഗ്ലോറിഫൈ ചെയ്യപ്പെടാനും ഒക്കെ ഉള്ള ഒരു കാരണം എന്ന് വെച്ചാല് എപ്പോഴും ഒരു ഫാമിലിയുടെ എൻറ്റയർ റെസ്പോൺസിബിലിറ്റി ഫാൾസ് അപ്പോൺ എ വുമൻസ് ഹെഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ആ ഒരു കാര്യം കാരണം തന്നെ അവർക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, അല്ലെ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വർക്കിന്റെ ഇടയിലാണ് ഞാൻ ഇപ്പൊ എന്റെ ചാച്ചിയുടെ അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം എനിക്കത് വർക്ക്, ഞാൻ പറയുമ്പോ ഒരു എന്താ പറയാ, ഒരു മാരേജ് കഴിഞ്ഞിട്ടുള്ള ഒരാളല്ല, കുട്ടികളില്ല, എന്നിട്ട് പോലും വർക്ക് കഴിയുമ്പോ ഞാൻ സ്ട്രെസ്ഡ് ആയി. ആ സ്ട്രെസ്സിൽ നിന്ന് എനിക്കൊന്ന് വീട്ടിൽ വന്ന് ഞാനൊന്ന് അശ്വതിച്ചായിട്ട് ചില്ലയ അല്ലെങ്കിൽ ചാച്ചയായിട്ട് ചില്ലയ എന്ന് പറയുമ്പോ ഒരു വീട് മൊത്തം ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം they need a vent out space alle just to exactly we are not saying that we should book tickets to Mauritius or Canada or ഒരു വീട്ടിലിരുന്ന് ഒരു ചായ കുടിച്ച് സമാധാനമായിട്ട് കുറച്ച് ഫുഡും കഴിക്കുക എന്ന് പറയുന്നതാണ് the biggest vent outing സ്പേസ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലും അത് കിട്ടാനുള്ള ഒരു ബേസിക് പ്രിവിലേജ് പോലും ഐ തിങ്ക് നമ്മുടെ എന്റെ ചുറ്റുള്ള ഫ്രണ്ട്സ് ഒക്കെ അവര് പിന്നെയും ഈ പറഞ്ഞ പോലെ എന്താണ് എനിക്കറിയില്ല, ആ ഒരു ഡിസ്കഷൻ ഞാൻ അവരായിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് മൊത്തത്തിൽ തോന്നിയിരിക്കുന്നത് ഇത് തന്നെയാണ് ഒരു പ്രോബ്ലം ആയിട്ട് എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നി ഇവള് എന്നോട് പറഞ്ഞു നമ്മൾ ആക്ച്വലി ഈ ഒരു ടോപ്പിക് ഈക്വലി ഇമ്പോർട്ടന്റ്, ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ഫ്രണ്ട്ഷിപ്പ് ഫോർ എ മാരീഡ് വുമൺ. മറ്റാരെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു മാരീഡ് ആയിട്ടുള്ള ഒരു വുമണിന് അത്രയും എസെൻഷ്യൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ്. കാരണം അവരുടെ എനിക്ക് തോന്നുന്നു മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ കൈൻഡ് ഓഫ് ഒരു ഡിപ്രസ്ഡ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്നാലും ഒരു ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്നത് എപ്പോഴും മാരീഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് പലയിടത്തും ഡിസ്കസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് എസെൻഷ്യൽ അവർക്കാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ആ സ്പേസ് അവൈലബിൾ അല്ല പലപ്പോഴും. അതെ അതെ അതെ, അതും ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ നമുക്ക് അതിനെ ഇത് ചെയ്തു എന്ന് പറയുന്ന കാര്യമാണ്. അത് ശരിയാണ്. പിന്നെ ഇതിപ്പോ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു, അതായത് ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ ആ ഒരു ഗേൾ ട്രൈബ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഫീമെയിൽ ട്രൈബ് എന്ന് പറയുന്ന ഒരു സാധനം എത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ കവർ ചെയ്തു. Would you like anything else to say about female friendship, like how female friendship is defined in the society? അല്ലെങ്കിൽ ഈ പറഞ്ഞ bring about one topic, അതായത് ഒരു മെയിലിന് പോയി കുറച്ചൊന്ന് ചില്ല് ചെയ്യാനുള്ള ഒരു സാഹചര്യം പോലെ ഇപ്പൊ കുറച്ചും കൂടി കോമൺ ആവുന്നുണ്ടോ ചില്ലിങ് ഔട്ട് സ്പേസ് ഓഫ് വിമൻ എന്ന് പറയുന്നത്? കുറച്ചും കൂടി അല്ലെങ്കിൽ ഒരു ഗേൾ ഔട്ട് ഗെറ്റ് ടുഗെദേഴ്സ് കോമൺ ആവുന്നുണ്ടോ? ഡു യു തിങ്ക് ഇറ്റ്സ് ദ സെയിം, ഇപ്പോഴും സെയിം ആയിട്ട് തന്നെ നിൽക്കുന്ന കാര്യമാണ്? എനിക്ക് തോന്നുന്നത് തിങ്സ് ഹാവ് ബിക്കം ബെറ്റർ ആക്ച്വലി. ഇപ്പോ സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ മൂവീസിലൂടെ ഒക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോ കുറേം കൂടി ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സിനെ അവരുടെ അത്രയും അണ്ടർ റേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു
ഒരു 2010 മുന്നേ ഉള്ള സിനിമകളിലൊക്കെ നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ നമുക്ക് കാണാം എങ്ങനെയാണ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സിനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. എപ്പോഴും ഒരു സൈഡ് റോൾ ക്യാരക്ടർ ആയിരിക്കും. ഇപ്പൊ മറ്റേ അന്യത്തി പ്രാവിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ മഴയത്ത് മുമ്പായിരിക്കോട്ടെ, ഒരു ഫ്രെനിമീസ് കാരണം ഒരു ചെറുക്കന്റെ പുറകെ എല്ലാ പെണ്ണുങ്ങളും കൂടി നടക്കുന്നു, പിന്നെ അവര് തമ്മിലൊരു ശത്രുത, ആ ഒരു തരത്തിലാണ് ഒരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിരുന്നത്. പക്ഷെ ഇൻ റിയാലിറ്റി വി നോ അങ്ങനെയല്ല ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളതല്ല എന്നുള്ളത് നമുക്കറിയാം. ആൻഡ് അതൊരു പോസ്റ്റ് 2010 ഒക്കെ ആയപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് നല്ല പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ മൂവീസിൽ എക്സ്പ്ലോർ ചെയ്തേക്കണം. ആൻഡ് അത് തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ റിഫ്ലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് എനിക്ക് തോന്നിയേക്കുന്നത് ഇപ്പൊ നമ്മൾ നോക്കുക വെച്ചാല് ഒരുപാട് പടങ്ങൾ നമുക്ക് ഉയരെ ഒക്കെ പോലത്തെ സിനിമകളൊക്കെ ഇല്ല, അതിനകത്ത് ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ടോക്സിസിറ്റി അവളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഫസ്റ്റ് മനസ്സിലാക്കുന്നത് അവളുടെ ഒരു കൂട്ടുകാരിയായിരിക്കും. അതിനകത്ത് ഇങ്ങനെ ഏതോ ഒരു സീനിനകത്ത് അവള് പറയുന്നുണ്ട്, ഓ നിനക്ക് മുടി മുറിക്കണമെങ്കിലും ഗോവിന്ദന്റെ പെർമിഷൻ വേണമായിരിക്കും അല്ലേ. അപ്പൊ ഷീസ് ആക്ച്വലി ട്രൈ ടു മേക്ക് ഹർ അണ്ടർസ്റ്റാൻഡ്, അതായത് എന്താണ് നിന്റെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നം. അല്ലെങ്കിൽ നമുക്കൊന്ന് ട്രാവൽ ചെയ്യണം, മറ്റേ റാണി പത്മിനി പോലത്തെ സിനിമകളിൽ 2 സ്ത്രീകൾ ട്രാവൽ ചെയ്യും. നമ്മൾ ഒരുപാട്, അതായത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഏജ് പാസ് ചെയ്ത് പോസ്റ്റ് എന്താ പറയാ ഒരു 30കൾക്ക് ശേഷമുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു വുമൺഹുഡിലെ ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ നമുക്ക് ഈ സിനിമകളിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരുപാട് നമ്മുടെ സൊസൈറ്റീനും ചേഞ്ച് ആവാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കിപ്പോ കണക്ട് ചെയ്യാനുള്ള സോഴ്സസ് ഒക്കെ ഒരുപാട് കൂടുതലാണ് ഫീമെയിൽസിന്. പണ്ടെന്ന് പറയുമ്പോ വല്ല കല്യാണത്തിന് കണ്ടാലായി, ഇപ്പൊ നമുക്ക് മറ്റേ ഇൻസ്റ്റഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, പല പല നമുക്ക് റിയൂണിയൻ ഗ്രൂപ്പ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ വഴി ഒരുപാട് കണക്ട് ചെയ്യാനുള്ള സ്പേസസ് ഉണ്ട്. പക്ഷെ ഹൗ ഫാർ ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുള്ളത് എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ തിങ്സ് ഹാവ് ബിക്കം മച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് നമ്മളുടെ ഖാലിദ് ഹുസൈനിയുടെ 1000 Splendid Suns എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ടല്ലോ. പറഞ്ഞ പോലെ തന്നെ ലേലിയും ഐ ഫോർഗോട്ട് ദി അതർ ക്യാരക്ടർ, ഇവര് തമ്മില് നിങ്ങൾ വായിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ചു നോക്കുക. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അതായത് അവർ രണ്ടുപേരും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പറഞ്ഞു വരുമ്പോ അവര് ലൈക്ക് ഇവരുടെ ഭർത്താക്കന്മാർ ഒരാളാണ്, ഓക്കെ, പക്ഷെ ഓർമ്മ യെസ് ബട്ട് അവര് ഒരുമിച്ചാണ് പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നതും, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഉറപ്പ് നൽകുന്നത് അവർ രണ്ടുപേര് തന്നെയാണ്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് മനസ്സിൽ കൂടെ വന്ന ഒരു മൂവിയാണ്. ഭയങ്കര ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ലാപ്പത്ത ലേഡീസില് ആ ഒരു അല്ലേ നമ്മുടെ എന്തായിരുന്നു അവളുടെ പേര്, ലൈക്ക് ലാപ്പത്തയായി പോകുന്ന പെൺകുട്ടി ഇല്ലേ, അവളും ആ ട്രെയിനില് സമോസ അവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന ഒരു കമറാഡറി ഉണ്ടല്ലോ, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ട്. അപ്പൊ ഐ തിങ്ക് വി ഹാവ് ഡിഫറെന്റ് മൈന്യൂട്ട് ഡെഫിനിഷൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്സ് അല്ലേ. പിന്നെ ഇപ്പൊ മറ്റേ നമ്മുടെ ഉള്ളൊഴുക്കിൽ നമുക്ക് കാണാം അവരെങ്ങനെ നമ്മളെ ഒരിക്കലും കാണാത്തൊരു കൈൻഡ് ഓഫ് ഒരു ഫ്രണ്ട്ഷിപ്പ്. അമ്മായിയമ്മയും മരുമോളും നമ്മളെപ്പോഴും കണ്ടേക്കണ ഒരു ടിപ്പിക്കൽ സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും കൈൻഡ് ഓഫ് അവർ തമ്മിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും, വഴക്കായിരിക്കും. പക്ഷെ അവര് തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ എന്താ പറയാ ഒരു റൊമാൻസ് പറയണ പോലെ ഒരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് അവർ തമ്മിൽ ഫോമുലേറ്റ് ചെയ്യണ നമ്മൾ അവസാനം കാണുന്നുണ്ട് ആ സിനിമയിൽ ഇല്ലേ. അതുണ്ട്, യെസ് ഓഫ് കോഴ്സ്. അതെ, അൾട്ടിമേറ്റ്ലി അതാണല്ലോ, അവർ രണ്ടുപേരും കൂടി ആണല്ലോ അൾട്ടിമേറ്റ്ലി പിന്നെ അത് മുന്നോട്ടേക്ക് പോകുന്നത്. സോ അങ്ങനെ ഡിഫറെന്റ് റെപ്രസെന്റേഷൻസ് ഈ പറയുന്ന ഒരു മെയിൻ സ്ട്രീം സിനിമയിലൊക്കെ വരുന്നോണ്ട് തന്നെ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ലൈക്ക് ദ ബ്രോ ഗാങ്സ് അല്ലേ. ബ്രോ ഗാങ്സ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ടല്ലോ, നമുക്കറിയാം. പക്ഷെ അത് കുറച്ച് എനിക്കത് ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ബ്രോ ഗാങ്. അത് ലൈക്ക് ചിലപ്പോ എല്ലാവരും ചുറ്റിരുന്ന ഒരു ആൽക്കഹോൾ കുപ്പി ഉണ്ടാവും അവരുടെ ചുറ്റും, അല്ലെങ്കിൽ മേ ബി അവരും ലൈക്ക് സാധനം ഞാൻ കാണാറുണ്ടായില്ല അല്ലെ,
അതെ അതെ അതെ. ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് തോന്നിയേക്കണ എന്താന്ന് വെച്ചാല് ഈ ഞാൻ എന്റെ ചുറ്റും കണ്ടേക്കണ കാര്യമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. ഐ എം നോട്ട് ടെല്ലിങ് ഇത് ജനറലൈസ് ചെയ്യണല്ല, പക്ഷെ എനിക്ക് ഞാൻ എന്റെ ചുറ്റും ഒബ്സർവ് ചെയ്തേക്കണ എന്താന്ന് വെച്ചാല് ഈ മെയിൽ ഫ്രണ്ട്ഷിപ്സിൽ അവര് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. സയൻസിനെ കുറിച്ച്, വേൾഡ് അഫയേഴ്സിനെ കുറിച്ച്, വണ്ടികളെ കുറിച്ച്, പെണ്ണുങ്ങളെ കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ബട്ട് എക്സെപ്റ്റ് ദർ ഇമോഷണൽ വൾണറബിലിറ്റീസ്, അതൊഴികെ അവർ ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. അവർ ഡെപ്തിൽ അവരുടെ ഇമോഷണൽ എന്താ പറയാ സങ്കടങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവര് ആ ഒരു സ്പേസ് ഞാൻ മെയിൽ ഫ്രണ്ട്ഷിപ്പിൽ അധികം കണ്ടിട്ടില്ല. അവർ ഭയങ്കര ഒരു സർഫസ് ലെവലില് പെരിഫറൽ ലെവലിലാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എക്സാക്ട്ലി ട്രൂ. അത് ഞാൻ എവിടെയോ ആരോ എനിക്ക് തോന്നിയ പേര് പറയുന്നില്ല, നമ്മുടെ തന്നെ CUTL ഞാൻ ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ തമ്മിൽ എപ്പോഴും എല്ലാവരും ഈ വഴക്കും പിടിക്കലൊക്കെ തന്നെയാണല്ലോ എന്തൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, കാരണം ഞങ്ങൾ സംസാരിക്കും, വി ടോക്ക് വിത്ത് ഈച്ച് അതർ. അതുപോലെയല്ല എന്താണ് ക്രിക്കറ്റിനെ കുറിച്ചും അതുപോലെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും എല്ലാം പറഞ്ഞെന്ന് പറഞ്ഞപ്പോ അവരങ്ങോട്ട് ഒഫൻഡഡ് ആയി. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒഫൻഡഡ് ആവാൻ പറ്റി പറഞ്ഞതല്ല, അതും തെറ്റുണ്ട് നല്ല പറയണേ. ബട്ട് വി ടോക്ക് അബൌട്ട് ഇമോഷൻസ്. ചിലപ്പോ ആ ഇമോഷൻസ് അങ്ങനെ അത്രയും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയുമ്പോ ചിലപ്പോ അവിടെ വിള്ളല് വന്നേക്കാം, ചിലപ്പോ ആ വിള്ളലുകൾ മാറിയേക്കാം. ബട്ട് ദിസ് ഇസ് ഹൗ വി ഓപ്പറേറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? So I think the way boy or maybe males navigate their friendship or their emotional journey is different and the way we navigate. But അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ചില സമയത്ത് ഇറ്റ്സ് ഓൾ അബൌട്ട് തെറാപ്പി എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, നമ്മുടെ ഫ്രണ്ട്സ് തന്നെ നമ്മളെ കേൾക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവം, ലൈക്ക് പേയ്മെന്റ് ഒന്നും ഇല്ലാതെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ കേട്ട് നമ്മളുടെ തെറ്റുള്ളിടത്ത് നമ്മളോട് തെറ്റാണെന്ന് പറഞ്ഞ് ശരിയുള്ളിടത്ത് ശരിയാണെന്ന് പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമുക്കുള്ളത്. സോ ദാറ്റ്സ് എ ബ്യൂട്ടി ഇൻ ദാറ്റ് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? കൈൻഡ് ഓഫ് അൺപെയ്ഡ് തെറാപ്പി. അൺപെയ്ഡ് തെറാപ്പി, ഡെഫിനറ്റ്ലി. അതായത് നമ്മളുടെ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് നമുക്ക് കിട്ടുന്നത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര വലുതാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എക്സാക്ട്ലി, അതെ എക്സാക്ട്ലി. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഡു യു ഹാവ് എനിത്തിങ് എൽസ് ടു ആഡ് ദേവുട്ട? ഡു യു ഹാവ് എനി അതർ പോയിന്റ് ടു ടെൽ? ഇതെനിക്ക് ഈ ഒരു പോയിന്റ് കൂടി എനിക്ക് പറയണമെന്നുണ്ട്. അതായത് എന്താ വെച്ചാല് ഞാനിത് ഇപ്പൊ ഞാൻ ഇന്നലെ മനീഷയായിട്ട് നിന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവളെ എനിക്ക് കുറെ പോയിന്റ്സ് ഇങ്ങനെ പറഞ്ഞു, നീ ഇത് പറയണം അത് പറയണം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അങ്ങനെ പറഞ്ഞ കൂട്ടത്തില് അവള് പറഞ്ഞൊരു സംഗതിയാണ് ഇത് ആക്ച്വലി ഭയങ്കര സ്ട്രൈക്കിംഗ് തിങ് ആണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ വൾണറബിൾ ആവാനുള്ള ഒരു സേഫ് സ്പേസ് ആണ് നമ്മൾ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ. ഏറ്റവും കൂടുതൽ നമുക്ക് അവിടെ വൾണറബിൾ ആവാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്കൊരു ആക്ച്വലി ഒരു ഇൻസിഡന്റ് എനിക്ക് ഓർമ്മ വരിക. ഒരു ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. കൈൻഡ് ഓഫ് ഒരു ടീനേജ് കാലഘട്ടത്തിൽ സ്കൂളിൽ തന്നെ നടന്നൊരു സംഭവമാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് കൈൻഡ് ഓഫ് ഞാനിങ്ങനെ എന്തോ ഒരു എക്സാം നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്കൂളിലേക്ക് പോണ സമയത്ത് ഞാനിങ്ങനെ ബുക്ക് വായിച്ചിങ്ങനെ പോവായിരുന്നത്. ലൈൻ ബസ്സിൽ കയറി നടന്നു പോവുക, ബസ്സിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്ക് നടക്കുകയാണ്. കൈൻഡ് ഓഫ് എക്സാം ആയതുകൊണ്ട് കയ്യിൽ പുസ്തകം പിടിച്ച് നടക്കുകയാണ്. പഠിക്കുന്നത് ഒരു സയൻസ് എക്സാം ആയിരുന്നു എനിക്ക് ഓർമ്മ. അപ്പൊ ആ സമയത്ത് ഞാൻ കാണുകയാണ് ഒരു കാറിൽ അതായത് ഒരാള് ഡോറ് തുറന്നിട്ടേക്ക, കാറിന്റെ ഡോറ് തുറന്നിട്ടിട്ട് ആക്ച്വലി ഭയങ്കര ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു. ഹി വാസ് എക്സ്പോസിങ് ഹിംസെൽഫ്. അതാണ് ഞാൻ കണ്ടത്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് കാരണം ഒന്നാമത്തെ കാര്യം എക്സാം ആണ്, എന്റെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. കാരണം എനിക്കിത് അറിയില്ല ഇത് ആരോട് പറയണു. ഞാനിത് ആരോടും പറഞ്ഞില്ല. ആരോടും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയായി. ഇതിന്റെ നെറ്റൽ, ഇതിന്റെ ഷോക്ക് ഭയങ്കര ഒരു ട്രോമാറ്റിക്. ഞാൻ എങ്ങനെയോ പരീക്ഷ എഴുതി, കൈൻഡ് ഓഫ് അത് കൊളായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്കിത് ആരോടും പറയുന്നത് എങ്ങനെ പറയും ഒരാളോടെന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് ഭയങ്കര. എനിക്ക് സ്വന്തമായിട്ടൊരു ഷെയിമോ ഗിൽട്ടോ ഒക്കെ എനിക്ക് ഫീൽ ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അവൾ എന്നോട് ഈ ഇൻസിഡന്റ് ഷെയർ ചെയ്തു. ലൈക്ക് ഷീ ഓൾസോ സോ സംതിങ് ലൈക്ക് ദിസ്, മാൻ എക്സ്പോസിങ് ലൈക്ക് ദിസ്. ആൻഡ് ആ സമയത്ത് ഐ ഗോട്ട് ദ കറേജ് ടു talk about this to her. And ഞാനും പറഞ്ഞു how I saw it. And ഇങ്ങനെ ഷെയർ ചെയ്ത് സംസാരിച്ച് വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് നമ്മളുടെ അവിടെ കുറെ പേര് ഇതേപോലത്തെ ഒരു സിമിലർ ഇൻസിഡന്റ് ഫേസ് ചെയ്തു. And that too from the same person. And what happened is that
അങ്ങനെ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യാണ്, നമ്മളുടെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ആളെ പിടിക്കുക എന്തോ ചെയ്തു. ആൻഡ് അപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആയിട്ട് ഇത് സംസാരിക്കുന്ന വഴി അത് ആ കുട്ടി എന്നോട് ഇത് ഷെയർ ചെയ്തപ്പോഴാണ് എനിക്കും ഈക്വലി വൾണറബിൾ ആവാനുള്ളൊരു സ്പേസ് അവിടെ കിട്ടിയത്. ആൻഡ് അത് ആക്ച്വലി അത് അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ഫീമെയിൽ സോളിഡാരിറ്റി ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഔട്ട് ഓഫ് അവർ ഷെയർഡ് ട്രോമ. അതൊരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ തിങ് ആണെന്ന് എനിക്ക് തോന്നി ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിന്റെ. ഇതെനിക്ക് ഇങ്ങനത്തെ ഒരു ഇതും കൂടി എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഇത് പറയുമ്പോൾ അറ്റ് ദ സെയിം ടൈം എനിക്ക് ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വന്നു. കൈൻഡ് ഓഫ് ഒരു സീനാണ്, സെക്സ് എഡ്യൂക്കേഷനിലൊരു സീനാണത്. അതായത് കുറെ സ്ത്രീകള് പെൺകുട്ടികൾ ഇരുന്ന് അതായത് അവര് ഇതേപോലെ എന്തോ സ്കൂളിലോ കോളേജിലോ എന്തോ പഠിക്കുന്ന കുട്ടികള്. അപ്പൊ അവരിങ്ങനെ വഴക്ക് കണ്ടിരിക്കുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞു, ജസ്റ്റ് ടെൽ മീ സംതിങ് ദാറ്റ് ബൈൻഡ്സ് യു ഓൾ ടുഗെദർ. അപ്പോഴാണ് അവർ സംസാരിക്കുമ്പോൾ അവർ പറയണത്, അതായത് അവര് ഒരു ചെറുക്കനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും ആ ചെറുക്കന്റെ പേരിൽ ഇവർ 2-3 പേര് വഴക്കിടുന്നു സംസാരിക്കണം. അപ്പോഴത്തേക്കും ഒരു പെണ്ണ് പറയും അവൾ ഇതേപോലെ ഒരു ബസ്സിൽ ഒരു അബ്യൂസ് നേരിടുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി പറയും, ക്യാൻ യു ജസ്റ്റ് സ്റ്റോപ്പ് ടോക്കിംഗ് ഓവർ സം സ്റ്റുപ്പിഡ് ബോയ്സ്. എന്നിട്ട് അവളപ്പൊ എല്ലാവരും കുട്ടീനെ നോക്കുമ്പോഴത്തേക്കും അവൾക്ക് ഉണ്ടായ ഒരു അബ്യൂസിനെ കുറിച്ച് പറയുന്നു, സെക്ഷൽ അബ്യൂസിനെ കുറിച്ച്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ഓരോ പെൺകുട്ടിക്കും അവരുടെ ലൈഫിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സിമിലർ സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് കണക്ട്സ് ദം ടുഗെദർ. ആൻഡ് അതൊരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സീനാണ്. അപ്പൊ ഈ ഒരു സെക്ഷൽ അബ്യൂസ് നേരിട്ട പെൺകുട്ടി ബസ്സിലാണ് സംഭവിച്ചത്. ആ പെൺകുട്ടീനെയും കൊണ്ട് ഇവരെല്ലാവരും കൈ ചേർത്ത് പിടിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് അവർ ആ ബസ്സിൽ കയറി ഇരിക്കുകയാണ്. എന്നിട്ട് പറയും, ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റുപ്പിഡ് ബസ്. എന്നിട്ട് ആ കുട്ടിയുടെ പേടി അവിടെ ഓവർകം ചെയ്യപ്പെടുകയാണ്. അതൊരു ഭയങ്കര ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ എങ്ങനെ എംപവർ ചെയ്യുന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ സീനാണിത്. അതും കൂടി എനിക്ക് പറയാൻ ജസ്റ്റ് തോന്നി. അതാണ് കുറെ ഇൻസ്റ്റൻസസ് ഉണ്ട് ആക്ച്വലി. പിന്നെ എന്റെ മൈൻഡിലേക്ക് വന്നൊരു ഇതാണ് ക്വീൻ എന്ന് പറയുന്ന ഒരു സീരീസ്. ക്വീൻ ഓഫ് ഗാംബിറ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നു നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ. ചെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സീരീസ്. അപ്പൊ അതില് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റും അതുപോലെ തന്നെ അവളുടെ ഒരു ഫ്രണ്ടും തമ്മിൽ ഉണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് അവര് തമ്മില് പ്രശ്നങ്ങൾ ഇല്ല എന്നല്ലടാ, അവര് തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ദർ ആർ ഡിഫറൻസസ് ലൈക്ക് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ടെങ്കിലും ശരിക്കും അവർക്ക് വേണ്ട ഒരു സമയത്ത് ഈ പറയുന്ന ഒരു ഫ്രണ്ടാണ് അവൾക്ക് ഉണ്ടാകുന്നത്. ഈ ഒരു ഫീമെയിൽ ഫ്രണ്ടാണ് അവളുടെ ലൈഫില് നിൽക്കുന്നത്. അപ്പൊ അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് സംവെയർ അതർ പുറക്ക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പുറത്ത് നമ്മൾ ഒരുമിച്ച് ലൈക്ക് ആ ഒരു സക്സസിന്റെ സമയത്ത് ഒരു സ്ത്രീയുടെ ഒരു സക്സസ് എങ്ങനെയാണ് ആ സ്ത്രീ അത് നേടുന്നതെന്ന് എന്നുള്ള ഒരു ബോധ്യം മറ്റൊരു സ്ത്രീക്ക് ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. കാരണം നമ്മൾ അത്രയും കുറെ കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പോയിട്ട് നമ്മൾ ആ ഒരു കാര്യം നേടുന്നത് ലൈക്ക് വി നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് കേക്ക് വോക്ക്, ഭയങ്കര ഈസി ആയിട്ട് നേടുന്ന ഒരു കാര്യമല്ല. അതിൻ്റെതായ സ്ട്രഗിൾസ് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ ആ ഒരു സക്സസിന് ഒരുമിച്ച് നിൽക്കാൻ മാക്സിമം ശ്രമിക്കും എന്നുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. യെസ്, ഇതൊക്കെയാണ് നമുക്ക് അല്ലെ പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞാൻ അരുണിനോടും മനീഷിനോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു അരുണിന് എന്താ പറയാനുള്ളത്. അപ്പൊ ഹി ഓൾസോ ഷെയർ സംതിങ്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു അവന്റെ ഒരു ഫ്രണ്ട് അരുണിനോട് പറഞ്ഞൊരു സംഗതി എനിക്ക് പറഞ്ഞു തന്നു. കൈൻഡ് ഓഫ് എങ്ങനെയാന്ന് വെച്ചാൽ ഹി ഈസ് മോർ കംഫർട്ടബിൾ ഇൻ ഷെയറിങ് ഹിസ് ഡ്രീംസ് ഓഫ് യേഴ്സ് ടു ഹിസ് ഫീമെയിൽ ഫ്രണ്ട്സ് ദാൻ ഹിസ് മെയിൽ ഫ്രണ്ട്സ്. കാരണം over there he feels non-judgmental and he feels more empathetic. എംപത്തറ്റിക്കലി അവന് ആ കുട്ടീനെ കേൾക്കാനും ഭയങ്കര നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് ഉള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഫീമെയിൽ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. സോ ഹി അപ്പൊ അതാണ് ആക്ച്വലി എന്താ പറയാ, നമുക്കൊരു സമ്മറൈസ് ചെയ്യാൻ വേണമെങ്കിൽ കൈൻഡ് ഓഫ് ദാറ്റ് ഈസ് വാട്ട് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ഇസ്. വളരെയധികം എംപത്തറ്റിക്കും നോൺ ജഡ്ജ്മെന്റലും നമുക്ക് ഏറ്റവും കൂടുതൽ വൾണറബിൾ ആവാൻ പറ്റിയൊരു സേഫ് സ്പേസ് ആണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ്. എക്സാക്ട്ലി അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. നമുക്കൊരു വൾണറബിൾ ആയി ആ വൾണറബിലിറ്റീനെ ഒരിക്കലും ഒരു ജോക്കാക്കി മാറ്റാതെ
അതിനെ ജഡ്ജ് ചെയ്യും അല്ലെ. ഞാൻ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ വൾണറബിൾ ആവുമ്പോ അത് ഇരുന്ന് ചിരിച്ച് അതിന് ഡ്രാമ അതല്ലാണ്ട് ഡിസ്മിസ് ചെയ്യാ കംപ്ലീറ്റ്ലി എന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരാള് വൾണറബിൾ ആവുന്നുണ്ട് അല്ലെങ്കിൽ ഒരാൾ ഈ പറഞ്ഞ പോലെ ഒരു പോയിന്റിൽ ചിലപ്പോ കരയുന്നുണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഒരു റീസൺ ആവില്ല, ചിലപ്പോ അത് പല റീസൺസിന്റെയും ഒരു അക്യുമുലേഷൻ ആയിരിക്കാം. മനസ്സിലായല്ലേ? പല കാര്യങ്ങളും അക്യുമുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഒരാള് ഒരു ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ വൾണറബിൾ ആവുന്നതോ ഒക്കെ. അല്ലാണ്ട് ഓൾ ഓഫ് എ സഡൻ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടല്ല ചിലപ്പോ ഒരാള് ബ്രേക്ക് ഡൗൺ ഉണ്ടാവാം. അപ്പൊ ആ ബ്രേക്ക് ഡൗൺ, ഒന്നാമത്തെ കാര്യം അവിടെ ഇരുന്ന് ഒരു ലെക്ചർ അപ്പൊ കൊടുക്കണം എന്ന് പോലും ഇല്ല. കൂടെ ചിലപ്പോ ഇരുന്നാൽ അത്ര മതിയായിരിക്കും അല്ലെ. ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചാൽ മതിയായിരിക്കും നമ്മുടെ. അത് മതി. വി ഡോണ്ട് നീഡ് എനിത്തിങ് എൽസ്. എക്സാക്ട്ലി. നമ്മൾ വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, അത് മാത്രം മതിയായിരിക്കും. അതാണ് നമുക്ക് വേണ്ട ഒരു കാര്യം. യെസ്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പറയാനുള്ളത് അബൌട്ട് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ്. ഈ പറഞ്ഞ പോലെ തന്നെ ചായ് ടോക്സില് ദേവുട്ടൻ വന്നതില് വി ആർ റിയലി ഹാപ്പി. ഫോർ സം റീസൺ നമുക്ക് മഞ്ജു മിസ് എന്താണ് ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ കുറച്ചൊരു ഗ്ലിച്ചസ് വന്നിട്ടുണ്ട്. ബട്ട് ലെറ്റ്സ് ഹോപ്പ് ആൾ കണക്ട് ചെയ്യുന്നു വിചാരിക്കാം. അതുപോലെ തന്നെ നമുക്ക് ദേവുട്ടനോട് big thanks from Chai Talks to join, because I know how much we both know, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാം എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഇതിനു വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ടാവാന്നുള്ളത്. സോ വി റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. താങ്ക് യു സോ മച്ച് ദേവട്ട. ഓക്കെ, യെസ്. അപ്പോ ആസ് യൂഷ്വൽ നിങ്ങൾ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം, പേജ് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് yeah, that's it. Okay, but thank you so much. Okay, thank you Swati and Manju. Yes, once again. Okay, so yeah, but thank you. Bye bye.